മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ വിശേഷ ബുദ്ധിയും കാര്യപ്രാപ്തിയുമാണ്. ഏവർക്കും വ്യത്യസ്തരായിരിക്കാൻ സാധിക്കട്ടെ. വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫിക്സ് എഡ്യൂകണക്ട്, മെഡിട്രീന ഹോസ്പിറ്റൽ, ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ, പാല. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. So let's invite our Grand Master Dr. G.S. Pradeep. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് 2003-2004 കാലഘട്ടം. 500 അധ്യായങ്ങൾ പിന്നിട്ട ആദ്യ സീസണിലെ അശ്വമേധം തുറന്ന വേദികളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയ കാലം. കാസർഗോഡും തലശ്ശേരിയും മഞ്ചേരിയും ഒക്കെ കഴിഞ്ഞ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ നിറഞ്ഞ സദസ്സിൽ 3 രാപ്പകലുകൾ അശ്വമേധം അവതരിപ്പിച്ചു. അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഒരു മിടുക്കനായ കുട്ടി ആൾക്കൂട്ടത്തിൽ നിന്ന് കൈയുയർത്തി ഉത്തരം പറഞ്ഞ അശ്വമേധത്തിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് എത്തി മത്സരിച്ചു. വർഷങ്ങൾക്ക് ശേഷം പോയ ദിവസത്തിലൊന്നിൽ സമൂഹ മാധ്യമത്തിൽ ആകസ്മികമായി ഞാൻ ആ കുട്ടിയുടെ, ഇന്ന് മുതിർന്ന ആ കുട്ടിയുടെ അഭിമുഖം കണ്ടപ്പോൾ അശ്വമേധത്തിൽ പങ്കെടുത്ത നിമിഷങ്ങൾ ഓർത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. മലയാളിക്ക് അയത്നലാളിത്യം കൊണ്ടും വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും ക്രിയാത്മകമായ മിടുക്ക് കൊണ്ടും ഏറെ പ്രിയങ്കരനാണ് അയാളിന്ന്. അത് ബേസിൽ ജോസഫാണ്. അശ്വമേധത്തിലെ തൻ്റെ പഴയകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ പുനർവായനയ്ക്ക് അശ്വമേധത്തിൽ അതിഥിയായി ബേസിൽ ജോസഫ് വരുന്ന അധ്യായങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ എത്തുകയും ചെയ്യും. സ്വാഗതം. ഇത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ മെറ്റാഫേസ് എഡ്യൂകണക്ട്, ബ്രില്യൻറ്റ്, പാല ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ്. ഞാൻ ബേസിലിനെ കുറിച്ച് ഓർമ്മിക്കാൻ കാരണം ഈ ദിവസം ഈ വേദിയിലേക്ക് എത്തുന്നത് ബേസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളിലൊന്നായ മലയാളി നന്നായി സ്വീകരിച്ച പൊന്മാൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ്. പൊന്മാൻ എന്ന ചലച്ചിത്രത്തിലെ റോബർട്ടോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആനന്ദ് ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ ഉദ്യോഗസ്ഥനാണ്. ആനന്ദ് നെച്ചൂരാൻ എന്ന റോബർട്ടോയെ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആനന്ദ്, വാക്ക് ഇൻ പ്ലീസ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. പൊന്മാനിലൂടെ മലയാള ചലച്ചിത്രത്തിൽ ഒരു സാന്നിധ്യമായി, അതല്ലേ? അതെ അതെ. അങ്ങനെ ആനന്ദ് റോബർട്ടോയായി. അതെ. ആനന്ദ് ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, സംഘടിത മേഖലയിലെ അല്ലെങ്കിൽ അസംഘടിത മേഖലയിലായിക്കോട്ടെ, തൊഴിലാളികൾ എന്നത് സമരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും പര്യായങ്ങൾ മാത്രമല്ല. കേരളത്തിൻ്റെ സർഗ്ഗമുഖങ്ങളിലും സാംസ്കാരിക മുഖങ്ങളിലും തൊഴിലാളികളുടെ സംഭാവന വളരെ വലുതാണ്. ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികൾക്ക് മാത്രമായി ഒരു വൈജ്ഞാനിക മത്സരം നടന്നത് CITUവിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വലിയ ജനാവലിയിലാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികൾ ഒന്നിച്ചുകൂടി നടത്തിയ തൊഴിലാളി ജീനിയസ് ഞാൻ നടത്തിയ ഒരു ക്വിസ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ വിജയികളായത് ട്രാവൻകൂർ ടൈറ്റാനിയത്തിൻ്റെ തൊഴിലാളികളുടെ ടീമാണ്. അവർക്കും അഭിവാദ്യങ്ങൾ. അവരുടെ നിർദ്ദേശമാണ് താങ്കളെ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കാൻ കാരണം. താങ്കൾ ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ താങ്കൾക്ക് ലഭിച്ച ക്ഷണമാണിത്. പക്ഷേ അശ്വമേധത്തിലേക്ക് എത്തിയപ്പോൾ ക്ഷണത്തിനും ഈ മത്സരാർത്ഥത്തിനും ഇടയിൽ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മനോഹരമായ കാര്യമാണ് പൊന്മാൻ എന്ന സിനിമ. അത് കുറേ നാളത്തെ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായി വന്ന് ചേർന്നിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു അനുഗ്രഹമൊക്കെ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിനയ രംഗത്തേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യാത്തൊരു കാലഘട്ടത്തിൽ നമ്മളതിനെക്കുറിച്ച് എങ്ങനെ എത്താം എന്നുള്ള ഒരു സിനിമയിൽ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലൊരു PP അജേഷുണ്ട്. കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ എൻജോയ് ചെയ്യും, അല്ലാത്ത സമയത്തെല്ലാം ഫൈറ്റ് ചെയ്യും. അജേഷ് എന്ന് പറയുന്നത് സംഭവം ഉണ്ടല്ലോ, അത് എന്നിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനു മുന്നേ കഴിഞ്ഞ 2 IFFKയിൽ എൻ്റെ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോൺ പാലത്തറയുടെ ഫാമിലി, പിന്നെ ഈ പ്രാവശ്യം IFFKയിൽ ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം KSFDC നിർമ്മിച്ച. അതെ, അല്ല ഈ പ്രാവശ്യം അതല്ല, അവരുടെ നിളയായിരുന്നു KSFDC നിർമ്മിച്ചത്. ഇത് അവരുടെ ഓൺ പ്രൊഡക്ഷനായിരുന്നു. ഓൺ പ്രൊഡക്ഷൻ KSFDCയുടെ സഹായത്തോടു കൂടിയാണല്ലോ. വനിതാ സംവിധായകർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പ്രത്യേക സഹായത്തിൻ്റെ പദ്ധതിയിലാണല്ലോ ഇന്ദുലക്ഷ്മിയുടെ സിനിമ, അല്ലേ? എനിക്ക് ഈ പ്രാവശ്യത്തെ അങ്ങനെയല്ലെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്തും എനിക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓഡീഷൻ വഴിയാണ് ഇതെല്ലാതും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പോകുന്നു, ഓരോ ടാസ്ക് തരുന്നു,
നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആണ് പൊന്മാനിലും എത്തിയിട്ടുള്ളത്. മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ചെറുതായിട്ട് ഒന്ന് കേൾക്കാം. കേൾക്കാം. ഞാൻ മിമിക്രി സാറിൻ്റെയൊക്കെ കാലം ഏകദേശം നമ്മൾ സമപ്രായക്കാരാണ്. അപ്പം സാംബശിവൻ്റെ കഥാപ്രസംഗമാണ് എന്നെ മിമിക്രിയിലേക്ക് കൂടുതൽ ആകർഷണമാക്കി. കാരണം കൂടെ സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കുന്ന ഒരു സ്വഭാവം അന്ന് ശീലമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. മക്കളെ, നീ അറിയോ കോട്ടയത്തുകാരനൊരു KRK പണിക്കർ ICS എന്ന ഉദ്യോഗസ്ഥനെ? ഒരു നിമിഷം. ഇതൊരു ക്യുസാണെങ്കിൽ ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞേനെ. ചെറുകാട് ഗോവിന്ദപിഷാരടി എഴുതിയ ദേവലോകം എന്ന നോവലിനെ ആസ്പദമാക്കി സാംബശിവൻ കഥാപ്രസംഗ രൂപത്തിൽ എഴുതി അവതരിപ്പിച്ച ദേവലോകം എന്ന കഥയാണിത്. ഒരു IAS-കാരൻ്റെ ജീവിതമാണ് ഈ കഥ, അല്ലേ? അതെ, ശരി. KRK പണിക്കർ ICS എന്ന ഉദ്യോഗസ്ഥനെ ഇല്ലച്ചാ, ഞാൻ അറിയില്ല. അയ്യോ, മൂപ്പലാനെ അറിയാത്ത ആളുകളുണ്ടോ? കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പിടിയുള്ള വലിയ ഉദ്യോഗസ്ഥൻ. ആരൊക്കെയാണ് മൂപ്പലാൻ്റെ കൂട്ടുകാരന്മാർ? KRK ജവഹർലാൽ നെഹ്റു, ഹൈദരാബാദിലെ നൈസാം, തിരുവിതാംകൂറിലെ പൊന്നു തിരുമേനി, ഇവരൊക്കെ ഒരുമിച്ചിരുന്നാണ് ഷീട്ട് കളി. എന്തിനാച്ചാ KRK പണിക്കർ ICS എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? എടാ, നീ നമ്മുടെ പാർട്ടി മീറ്റിങ്ങിൽ തിരുനക്കര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മൂപ്പലാൻ അതുവഴി നടക്കാനിറങ്ങി. നിൻ്റെ പ്രസംഗം കേട്ട് പ്രസംഗം തീരുന്നവരെ അവിടെ നിന്ന് കേട്ടു. എന്നിട്ട് ഒന്ന് ചോദിച്ചു, ഈ പൈതലാനേത്? മൂപ്പരുടെ മകൾ അനിത. അദ്ദേഹത്തിനൊരാഗ്രഹം, നിന്നെ അവരുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. രാമേന്ദ്ര, നിനക്ക് വ്യാഴദശാകാലത്തിൻ്റെ ആരംഭം. ഇറങ്ങിക്കോ നീ. ഞാനും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ കഥ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഈ പൈതലാൻ എന്ന പ്രയോഗമെല്ലാം സാംബശിവൻ്റെ കഥകളിൽ നിന്നാണ് നമ്മളൊക്കെ കേട്ടതും പഠിച്ചതും. അതെ. അതൊരു അങ്ങനെ കേൾക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. അതിങ്ങനെ സാംബശിവൻ്റെ അതിൽ പാമ്പല്ല അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അതെ. സഖാവ് P. കൃഷ്ണപിള്ളയെ കൊത്തിയ പാമ്പ് എന്നൊക്കെ പറയുന്നു. അതെ. പിന്നെ പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നും. പങ്കജാക്ഷി അങ്ങ് നീട്ടി വിളിക്കുമോ? പങ്കി എന്നല്ലേ വിളിക്കുമോ? അതുപോലെ ഡസ്റ്റമൻ. ഗംഭീരം. അപ്പോൾ ആനന്ദ്, ടൈറ്റാനിയത്തിൽ എന്തായി വർക്ക് ചെയ്യുന്നു ഇപ്പം? ഞാനിവിടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി മാനേജറാണ് സാർ. പഠിച്ചത് ഞാൻ എറണാകുളം സ്വദേശിയാണ്. പിറവത്തിനടുത്ത് മണിയിടം എന്ന് പറയുന്ന സ്ഥലം, നെച്ചൂരാണ് എൻ്റെ നാട്. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വന്നപ്പം ആനന്ദ് നെച്ചൂരാൻ എന്നൊരു ഗമയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. അവിടെ മണിയുടെ സ്കൂളിലാണ്, ഗവൺമെൻറ് ഹൈസ്കൂൾ മണിയിടും. കളി തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നിങ്ങൾ പറയും നെച്ചൂരാനോടാണോ കളിയെന്നല്ലേ? ശരി, ആദ്യ മേഖലയിലേക്ക് ശ്രീ ആനന്ദ് നെച്ചൂരാൻ എന്ന പൊന്മാനിലെ റോബർട്ടോയോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. താങ്കൾ കണ്ടെത്തേണ്ടത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു രാജ്യത്തിൻ്റെ പേരാണ്. നോക്കാം. ആദ്യ സൂചന, ഇതൊരു നദിയാണ്. ഈ നദിക്കും അത് തന്നെ പേര്. രണ്ടാം സൂചന, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയേനെ. ഇത് ചില കുന്നുകളാണ്. ഈ കുന്നിനും അത് തന്നെ പേര്. അടുത്ത സൂചന, ഇത് ആ രാജ്യത്തിൻ്റെ പതാകയാണ്. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് ഷെയർസ് ഇറ്റ്സ് നെയിം വിത്ത് ദാറ്റ് ഓഫ് എ റിവർ. ഒരു നദിയുടെ പേര് പങ്കിടുന്ന രാജ്യവും നദിക്കും ഒരേ പേരുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തിനെ കുറിച്ചാണ് ഈ സൂചന. അടുത്ത സൂചന വേണം. നാലാമത്തെ സൂചന, ഇതൊരു കളിക്കാരനാണ്. ഈ കളിക്കാരനും അത് തന്നെ പേര്. ആ രാജ്യത്തിലെ കളിക്കാരനല്ല, ഇത് ലോകപ്രശസ്തനായ ഒരു കളിക്കാരനാണ്. കളി ഏതെന്ന് മനസ്സിലായില്ലേ? ബാസ്കറ്റ്ബോൾ. ഇനി ആൻസർ ഇല്ല. ബാസ്കറ്റ്ബോൾ ആണെന്ന് മനസ്സിലായിട്ടും ഉത്തരമില്ല. അടുത്ത സൂചന, കിങ് അബ്ദുള്ള സെക്കൻഡ് ബിൻ അൽ ഹുസൈൻ അൽ ഹാഷ്മി. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി അദ്ദേഹമാണിപ്പോൾ. നമുക്ക് ഈ അവസാനത്തെ സൂചനയ്ക്ക്, അഞ്ചാമത്തെ സൂചനയോടൊപ്പം സ്ക്രീൻ, എനിക്ക് നിങ്ങളിൽ നിന്നൊരു സഹായം ആവശ്യമുണ്ട്. ആ നദിയുടെ, ആ രാജ്യത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങളും അവസാനത്തെ രണ്ടക്ഷരങ്ങളും മാത്രം ഒന്ന് കാണിക്കൂ. ഒരു അഡീഷണൽ ഫേവറാണേ.
ജോർദാൻ. ഉറക്കെ പറയൂ. ജോർദാൻ. ജോർദാൻ. യുദ്ധവിമാനങ്ങൾ നങ്കൂരമിട്ട് പറക്കുന്ന ജോർദാൻ നദി, ജോർദാൻ കുന്നുകൾ. പക്ഷെ ഇത് രണ്ടുമല്ല എന്നെ ഞെട്ടിച്ചത്. ബാസ്കറ്റ്ബോൾ എന്ന് പറയുമ്പോൾ ലോകത്തിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് മൈക്കൽ ജോർദാന്റെ പേരല്ലേ? അതെ. ജോർദാൻ. ജോർദാനാണ് അത്. ശരിയാണ്. അപ്പോൾ അശ്വമേധത്തിന് താങ്കൾ യോഗ്യത നേടുന്നു. വരൂ അനീഷ. അങ്ങനെയാണ് ആനന്ദ് ഒരു സംഭ്രമം കൊണ്ട് പറ്റാതെ പോകുന്നതാണല്ലേ? അതെ, തീർച്ചയായിട്ടും കുറച്ച് എക്സൈറ്റഡ് ആണ്. അഭിനയിക്കുമ്പോൾ ഉള്ള അനായാസത ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത് താങ്കൾ ഇത്തിരി ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. ആണോ? അനാവശ്യമാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇല്ല, ഈ ഒരു സെഗ്മെൻറ്റ് എനിക്കൊരു പേടിയായിരുന്നു. ഇനി ഞാൻ പേടിച്ചാ. അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പൊന്മാനിലെ റോബർട്ടോയോടൊപ്പം ആനന്ദ് നെച്ചൂരാനോടൊപ്പം യാഗം. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അതെ. ഏഷ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനൻസ്? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 1950 ശേഷം വരണം? അതെ. അല്ല. അതെ. അതെ. USA? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? യെസ്. സ്പോർട്സ്? അല്ല. യജ്ഞം? രണ്ടായിരത്തിന് ശേഷം വരണം? അതെ. ആണ്? അതെ. ഓ, കണ്ടംപററി ആണ്. 21 നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. നൊബേൽ ലോറിയറ്റ്? അതെ. ഫിസിക്സ്? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ് എന്ന് ചോദിച്ചപ്പോൾ അതേന്നാണ് പറഞ്ഞത്. സ്പോർട്സ് അല്ല എന്നും സ്പേസ് അല്ല എന്നും പറഞ്ഞു. അപ്പോൾ സയൻസ് ആണ്. സമാധാനമൊന്നുമല്ല, സയൻസ് തന്നെയാണ്. കെമിസ്ട്രി? അതെ. കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയ അമേരിക്കക്കാരൻ. നോബൽ സമ്മാനം കിട്ടിയത് 2000 ശേഷമാണോ? അല്ല. 90 ശേഷം? അതെ. കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം കിട്ടിയ 1900. രാജസൂയം? തൊണ്ണൂറ്റിമൂന്ന്? അതെ. 93 എന്ന് പറയുമ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയമാണ് ഞാൻ. 1993 നോബൽ സമ്മാനം. അദ്ദേഹത്തിൻ്റെ വിരലടയാളവും മൈക്കൽ സ്മിത്തിൻ്റെ വിരലടയാളവും ഒന്ന് തന്നെയല്ലേ? അതെ. അതെ. താങ്ക് യു. മൈക്കൽ സ്മിത്ത് അല്ലേ? അല്ല. ഏ? അദ്ദേഹത്തിൻ്റെ വിരലടയാളം സാർ എന്താ ചോദിച്ചാൽ? താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റും മൈക്കൽ സ്മിത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഒന്ന് തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്നാണ് പറഞ്ഞത്. ലൈഫ് വേണം? അല്ല. അല്ല. ഫിംഗർ പ്രിൻ്റ് ഒരാളിൻ്റേതുപോലെ മറ്റൊരാൾക്കുണ്ടാവില്ല. മൈക്കൽ സ്മിത്ത് തന്നെ അല്ലേന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ്. അല്ല. അല്ല. സാർ 93 നോബൽ സമ്മാനം എന്നാണ് പറഞ്ഞത്. അതെ. ആ പറഞ്ഞത് ശരിയാണോ? കറക്റ്റ്. 93 ഓക്കെ. ഷെയർഡായിരുന്നു അല്ലേ നോബൽ പ്രൈസ് 93 പങ്കിട്ടതാണോ? ചോദ്യമാണോ സാർ? ആ, അതെ. മൈക്കൽ സ്മിത്തിൻ്റെ താങ്കൾ വിചാരിച്ച വ്യക്തി പോസിറ്റീവ് റീസൺസ് കൊണ്ട് മാത്രമാണോ പ്രശസ്തി? അല്ല. താങ്കൾ വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ അംഗീകാരം എന്തുമാകട്ടെ, ഇപ്പോൾ നോബൽ പ്രൈസ് ഒന്നും അല്ല ആ വ്യക്തിയുടെ പ്രശസ്തിക്ക് പിന്നിലുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ അംഗീകരിക്കാനുള്ള കാരണം നോബൽ സമ്മാനം കിട്ടിയതുകൊണ്ട് മാത്രമായിരിക്കില്ല. മറിച്ച് അദ്ദേഹം തൻ്റെ ശാസ്ത്രീയമായ സിദ്ധികളും നേട്ടങ്ങളും ഒക്കെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ തുടർ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും കാഴ്ചപ്പാടുകളും മുഴുവൻ ഒരു നൂറ്റാണ്ടോളം കാലത്തെയും ലോകത്തെയും മനുഷ്യ സമൂഹത്തെയും പിറകിലോട്ട് വലിക്കുന്ന അത്ര കണ്ട് അശാസ്ത്രീയമായവയായിരുന്നോ? ക്വസ്റ്റ്യനാണ് സാർ. യെസ്. എല്ലാമല്ല. അദ്ദേഹത്തിൻ്റെ നൊബേൽ സമ്മാന ലബ്ധിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അശാസ്ത്രീയമായവ, യുക്തിക്ക് നിരക്കാത്തവ ആയിരുന്നു.
ആയിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം വാർത്താ പ്രാധാന്യം നേടാനുള്ള പ്രധാന കാരണം, അല്ലേ? അല്ല, അങ്ങനെ പറയാൻ അത് മാത്രമല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. 1993 നോബൽ സമ്മാനം മൈക്കൽ സ്മിത്തിനോടൊപ്പം കിട്ടിയ ആളാണോ? അതെ, തീർച്ചയായും ആണ്. അതെ, പോളിമർ ചെയിൻ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. 1993 മൈക്കൽ സ്മിത്തിന് അതെ, ഉണ്ടെങ്കിൽ അത് അതെ, shared അതെ, ആണ്. ആണ്, ആണ്. 93 രണ്ടുപേർക്കാണ് കിട്ടിയത്. പക്ഷേ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള റീസൺസ് കൊണ്ട് മാത്രമല്ല, അത് അപ്പുറത്ത് വലിയ 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 പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ. അത് മേ ബി വ്യക്തിപരമായി മാറിക്കൊണ്ടിരിക്കും. എനിക്ക് 100% വ്യക്തിപരമായി അതിനോട് വിയോജിപ്പാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മികവുകളെയൊക്കെ അംഗീകരിക്കുന്നു. ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, മികവുകളെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ നോബൽ സമ്മാനം കിട്ടിയെന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പോളിമർ ചെയിൻ റിയാക്ഷനിലുള്ള സംഭാവനകളെയും നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹം ജീനോം മാപ്പിന് ഡോക്ടർ വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി DNA ഹെലിക്കൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് ആ ഹെലിക്കൽ സ്ട്രക്ചറിൽ നിന്ന് ജീനോം മാപ്പിലുണ്ടാകുന്ന ചെയിൻ റിയാക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻസിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ അംഗീകരിക്കാം. പക്ഷേ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ലോകം മുഴുവൻ വല്ലാതെ കണ്ട് വിഷമിച്ചു പോയത് ഖേദകരമായി തോന്നുന്നെങ്കിലും പരാമർശിക്കാതെ വയ്യ. രാജ്യത്തിൻ്റെ അഭിമാനമായി ലോക കായിക രംഗത്ത് വലിയ മേൽവിലാസം ഉണ്ടാക്കിയ പ്രതിഭാശാലിയായ ഒരു കായിക താരം പിന്നീട് കായിക താരങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയിൽ യാതൊരു വിരൽത്തുമ്പ് കൊണ്ടുപോലും പ്രതികരിക്കാതെ വന്ന ഒരു കാഴ്ചയ്ക്ക് മലയാളികൾ സാക്ഷിയാണ് എന്നതുപോലെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ആത്മാവുമായി ബന്ധപ്പെടാറുണ്ട്, ഞാൻ പാരാനോർമൽ ലൈഫിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എയ്ഡ്സ് HIV വൈറസും എയ്ഡ്സും തമ്മിൽ യാതൊരു ബന്ധമില്ല, എയ്ഡ്സ് എന്ന ഒന്നില്ല, അതൊരു എന്താ പറയുക ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാപട്യമാണ് എന്ന് പറയുന്ന ഒരാൾ, മെഡിക്കൽ സയൻസിനെ നിരാകരിക്കുന്ന ഒരാൾ, അയാളെ ലോകം പിന്നീട് ചർച്ച ചെയ്തത് മുഴുവൻ അയാളുടെ നമ്മളെ പിറകിലോട്ട് കൊണ്ടുപോകുന്ന യുക്തിസഹമല്ലാത്ത അബ്സല്യൂട്ടായ ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സാർ. അല്ല, അതൊരു നെഗറ്റീവ് സൈഡാണ്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതായത് ഈവൻ കോവിഡ് ടെസ്റ്റ് നടക്കുന്നത്, HIV ടെസ്റ്റ് നടക്കുന്നത്. കോവിഡ് ടെസ്റ്റിനെ നിരാകരിച്ചു, HIV നിരാകരിച്ചു അദ്ദേഹം. കോവിഡ് ടെസ്റ്റിനെ നിരാകരിച്ചിട്ടില്ല. കോവിഡ് ടെസ്റ്റിനല്ല, ഈ കോവിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പോലും അദ്ദേഹം നിരാകരിച്ചു. ഇത് രണ്ടും പോട്ടെ, ഇത് രണ്ടും ഞാൻ വിടുന്നു. അത് രണ്ടും മെഡിക്കൽ റീസൺസ് അദ്ദേഹത്തിന് ചിലപ്പോഴുണ്ടായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടാകാം. അതിനപ്പുറത്തൊരു ശാസ്ത്രജ്ഞൻ, ഞാൻ അതിന് എക്സെൻട്രിസിറ്റി എന്നതിനേക്കാൾ കൂടുതൽ പിറകിലോട്ട് വലിക്കുന്ന ഇരുട്ടാണ്, അശാസ്ത്രീയതയാണ് എന്ന് പറയേണ്ടി വരും സാർ. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ലോകം ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ തുടർന്നുണ്ടായ വാർത്തയിൽ, അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വന്ന വാർത്തകളിൽ മുഴുവൻ എഴുതി വെച്ചിരുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? നൊബേൽ സിൻഡ്രോം. ഈ നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഈ സമ്മാന ലബ്ധി കൊണ്ട് ഉണ്ടായ രോഗമാണ് ഇയാൾക്ക് എന്നാണ് ലോകശാസ്ത്രജ്ഞന്മാർ നൊബേൽ ഡിസീസ് എന്നാണ് ഇദ്ദേഹത്തെ നിർവചിച്ചത്. ഒരാൾക്ക് സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിർവചനമുണ്ടല്ലോ, ഒരു രോഗമുണ്ടല്ലോ, ആ രോഗം കൊണ്ട് എന്തും പറയാം എന്നുള്ള അവസ്ഥയാവുന്നു. നമ്മുടെ ചില സ്വതന്ത്ര MLA-മാരെ പോലെ പെരുമാറ്റത്തിൽ കേരളത്തിലെ ചില സ്വതന്ത്ര MLA-മാരുടെയൊക്കെ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം മുഴുവൻ. അതിൽ അദ്ദേഹം ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ പറയുന്ന എക്സെൻട്രിസിറ്റി എല്ലാം കാണിച്ചിരുന്നു. അവിടെ വെച്ച് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതൊരു ശാസ്ത്രജ്ഞൻ്റെതായ എക്സെൻട്രിസിറ്റിയാണ് സാർ, അതൊരു ശാസ്ത്രജ്ഞൻ്റെതായ എക്സെൻട്രിസിറ്റിയാണ്, അതൊരു ജീനിയസിൻ്റെ എക്സെൻട്രിസിറ്റിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പരാതി പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭയോടൊപ്പം ചേർത്ത് വരാവുന്ന സ്വാഭാവികമായ കാര്യങ്ങളിലൊന്നും അത് മനുഷ്യ സഹജമാണ്. അത് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത പാരാനോർമൽ ലൈഫിനെ കുറിച്ച്, പാരാനോർമൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടാകാറുണ്ട് എനിക്കെന്നൊക്കെ ഒരാൾ പറയുന്നതിനെക്കുറിച്ചാണ് ഞാൻ അഭിപ്രായപ്പെട്ടത്. താങ്കൾ വിചാരിച്ചതും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ടൈറ്റാനിയത്തിലെ ഒരു ഉദ്യോഗസ്ഥനായ കലാലോകവും ശാസ്ത്രലോകവുമായി ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളും എൻ്റെ ഈ കാഴ്ചപ്പാടുകളോട് യോജിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് വിചാരിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എനിക്കവിടെ ഒരു സംശയം, എന്താ ഈ മൈക്കൽ സ്മിത്തുമായി ഷെയർ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു എതിരഭിപ്രായം? ഫിംഗർ പ്രിന്റ്സ് അല്ലല്ല, ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞ ഒരാളിനെ ഉണ്ടാവും. മൈക്കൽ സ്മിത്തുമായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്തത്. അതെ. പക്ഷേ മൈക്കൽ സ്മിത്ത് ഒരിക്കലും അശാസ്ത്രീയവാദിയായിരുന്നില്ല. അദ്ദേഹമാണ് ആധുനിക ലോകത്തിലെ ഈ പറഞ്ഞ നൊബേൽ സിൻഡ്രോമിൻ്റെ, നൊബേൽ ഡിസീസിൻ്റെ ഇരയായി മാറിപ്പോയ മനുഷ്യനാണ് അദ്ദേഹം.
ഇയാളുടെ പേരാണ് എന്താ ഇയാളുടെ പേര്? മുള്ളിസ്, കാരി മുള്ളിസ് അല്ലേ? കാരി മുള്ളിസ്. അത് നന്നായി. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേ നിങ്ങൾ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് അമേരിക്ക എന്ന് പറഞ്ഞ് ഞാൻ ഫാസ്റ്റായിട്ട് ഒരു നിമിഷത്തേക്ക് ഒരു ഇൻറ്റോളജിക്കൽ കണക്ഷനൊക്കെ തോന്നി സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിലേക്ക് മനസ്സൊന്ന് പോയി. അതുകൊണ്ടാണ് ഞാൻ അബ്രപ്റ്റായിട്ട് ഫിസിക്സ് എന്ന് ഒറ്റയടിക്കങ്ങ് ചോദിച്ചത്. അപ്പോൾ താങ്കളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മനസ്സൊന്ന് താഴ്ന്നു. കാരി ബാങ്ക്സ് മുള്ളീസ്, ബയോകെമിസ്റ്റ്, മോളി കെയ്ലർ ബയോളജിസ്റ്റ്, നൊബേൽ സമ്മാന ജേതാവ്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ ലെനോയറിൽ ജനനം. 1979 സെറ്റസ് കോർപ്പറേഷനിൽ DNA കെമിസ്റ്റായി ചേർന്ന മുള്ളീസിന് ജനിതകശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഫോറൻസിക്സ് എന്നിവയിൽ വിപ്ലവം സൃഷ്ടിച്ച പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിനാണ് 1993 നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അതേ വർഷം കാരി ബാങ്ക്സ് മുള്ളീസുമായി കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം പങ്കിട്ട ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ സ്മിത്ത്. 1990 വില്യം അലൻ അവാർഡ്, 1992 റോബർട്ട് കോച്ച് പ്രൈസ്, 1993 ജാപ്പാൻ പ്രൈസ് എന്നിവയും കാരി ബാങ്ക്സ് മുള്ളീസിനെ തേടിയെത്തിയ പുരസ്കാരങ്ങളാണ്. വിവാദപരങ്ങളായ പല പരാമർശങ്ങളും നടത്തി ശാസ്ത്രത്തെ വെല്ലുവിളിച്ച മുള്ളീസ് 1998 ഡാൻസിംഗ് നേക്കഡ് ഇൻ ദ മൈൻഡ് ഫീൽഡ് എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു. 2019 കാലിഫോർണിയയിലെ ന്യൂപോർട്ട് ബീച്ചിൽ വെച്ച് ന്യൂമോണിയ മൂലം മരണപ്പെട്ടു. ഒരു സൗണ്ട് കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ടെ. പറഞ്ഞോളൂ. ഞാൻ പൊന്മാൻ എന്ന് പറഞ്ഞ സ്ത്രീധനത്തിനെതിരെ രാഷ്ട്രീയം പറഞ്ഞൊരു സിനിമയിലാണ് അഭിനയിച്ചത്. എനിക്കതിനു മുന്നേ തിലകൻ ചേട്ടൻ്റെ ഇന്ത്യൻ റുപ്പിയിലെ ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനൊന്ന് ചെയ്തോട്ടെ. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിശേഷമാണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കേണ്ട കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാണ്ടേ. വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാവോ രണ്ടാളും? പഴയ തലമുറയെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. ഇനി തനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തൻ്റെ ആസ്തി എത്രയാണെന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. അറിയണം, കുറഞ്ഞു പോയില്ലെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞ് നമുക്കങ്ങോട്ട് ഇറങ്ങിപ്പോവാം. അറിയോ, വിശന്നു വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ഈ കുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വില കൂടിയ സ്ത്രീധനം. നന്നായി വരും. ഉത്തരം പറഞ്ഞ് തളർന്നിരിക്കുന്ന താങ്കൾക്ക് ഒരു മൊമെന്റോ കൊണ്ടുവരാൻ ആ കുട്ടി കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് താങ്കൾക്ക് ഈ വേദിയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം. താങ്ക് യു. സോ താങ്ക് യു സാർ. ആനന്ദ് നെച്ചൂരാൻ, അശ്വമേധത്തിൻ്റെ വേദിയിലെ സാന്നിധ്യത്തിന്, മികച്ച ചിന്തയ്ക്ക്, എന്തിന് കാരി മുള്ളിസിൻ്റെ തുടർ പ്രസ്താവനകളുമായി കുറിച്ച് നടത്തിയ സംവാദത്തിന് ഒക്കെ നന്ദി. താങ്ക് യു സാർ. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kaiരളിtv.in